ശ്രീ രാജു പി നായർ, പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കും എന്നത് ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുമ്പോൾ, ഈ നാട്ടിലെ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ അന്ന് ഓർഡിനറി എന്ന വ്യത്യാസം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. സർ, ഇതിൽ സാമ്പത്തികം എന്ന് പറയുന്നത് ദാരിദ്ര്യമോ സമ്പത്തോ ഇതിലൊരു മാനദണ്ഡമേ ആയിരുന്നില്ല, അന്നുമല്ല ഇന്നുമല്ല. പിന്നെ എന്തിനാണ് സർ ഈ ദരിദ്രർക്ക് മാത്രമുള്ള പദ്ധതി ദരിദ്രരല്ലാത്തവർ തട്ടിയെടുക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കൽ എന്ന പരാമർശം? മാധു, ഞാൻ ആ പ്രസംഗം മുഴുവനായിട്ട് കേട്ട ഒരാളല്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നു ആർക്കും അതങ്ങനെ കിട്ടിയത്. മാധു എനിക്കത് മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരു പക്ഷേ അദ്ദേഹം സംസാരിച്ചതിൻ്റെ ഒരു ഫുൾ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളതും നമുക്കറിയാം. നമ്മളൊരു ചെറിയ പോർഷൻ മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചത്, പ്രസംഗത്തിൽ പറഞ്ഞത്, അതിനെ സംബന്ധിച്ച് ഇപ്പം മാധു അവതരിപ്പിച്ച പോലെയൊന്നുമല്ല. അതിനകത്ത് ഈ അദ്ദേഹം പിന്നീട് പറഞ്ഞത് അതുതന്നെയുണ്ട്. പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം, അതുപോലെ തന്നെ പൊതു ആരോഗ്യം, ഈ 3 മേഖലയും സ്ട്രീം ലൈൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് അവിടെ പ്രസംഗിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പുറത്തു പറഞ്ഞത്. അദ്ദേഹം ആ പറഞ്ഞ വാക്കിൽ നമുക്കൊരു ഭാഗം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിനകത്ത് ഒരു അത്രയ്ക്ക് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നും എന്നുള്ള കാര്യവും സത്യം തന്നെയാണ്. അത് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് നടത്തിയ പ്രതികരണങ്ങളിൽ അങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു, പക്ഷെ ചോയ്സ് ഓഫ് വേർഡ്സ് വേണമെങ്കിൽ വേറെ ആകാമായിരുന്നു. നമ്മൾ ഒരിക്കലും അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചില്ല. അദ്ദേഹം അതിനെ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് കാണാൻ ശ്രമിച്ചില്ല. അദ്ദേഹം അതിൽ കടിച്ചു തൂങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ്. അത് പൊതു ആരോഗ്യം, പൊതു വിദ്യാഭ്യാസം, പൊതുഗതാഗതം 3ഉം സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച്, അതിൻ്റെ ഒരു ബിഹേവിയർ പാറ്റേണിനെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം വളരെ ആഴത്തിൽ പഠിക്കുകയും വായിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം പ്ലാനിംഗ് ബോർഡിന്റെ മെമ്പറായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു സ്ത്രീ വിരുദ്ധരല്ല. അദ്ദേഹത്തോടൊപ്പം മണിക്കൂറുകളോളം ഞാനിരുന്ന് സംസാരിച്ചിട്ടാണ്. ഈ പ്രിയദർശിനി ഇതിനു ശേഷവും അദ്ദേഹവുമായിട്ട് വളരെ വിശദമായിട്ട് ഞാൻ സംസാരിച്ചാണ്. അദ്ദേഹം ആ പദ്ധതിയെ എത്രമാത്രം വലിയ രീതിയിൽ അതിനെ കാണുന്നു എന്നുള്ളതും, ആ പദ്ധതിയുടെ ഒരു ചെറിയ പോരായ്മയായിട്ടുള്ള എതിർവശത്ത് നിൽക്കുന്ന പ്രൈവറ്റ് ബസ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതെന്ന് ചിന്തിക്കുന്നതും എല്ലാം ചെയ്യുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം, കോൺഗ്രസിനെ സംബന്ധിച്ചോളം, കോൺഗ്രസ് ഒരു സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഔദാര്യമല്ല, അവരുടെ അവകാശമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും അത് നടപ്പാക്കുന്നവരുമാണ്. അതാണ് നെഹ്റുവിയൻ സോഷ്യലിസം. നമുക്കറിയാലോ, 2005 അവകാശമാണെന്ന് ചിന്തിക്കുന്നതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ രീതി എന്ന് പറയുന്നിടത്താണ് ഈ പരാമർശങ്ങൾ ഉണ്ടായത് എന്നുള്ളത്. ഇപ്പൊ നോക്കൂ, പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, ഈ 3 കാര്യങ്ങൾ മെച്ചപ്പെടേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. സർ, അതുമായി ബന്ധപ്പെട്ടൊരു എന്തെങ്കിലും സെമിനാർ അല്ല ഇത്. അങ്ങ് കേരള പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഈ പ്രിയദർശിനി പദ്ധതിക്കെതിരായ മനോവികാരമുള്ള കുറെ ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ പോയി നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്നത്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. CP ജോണിന്റെ ഇത്രയും കാലം കേട്ട രാഷ്ട്രീയം അങ്ങനെയല്ല. ചില മനുഷ്യർ സംസാരിക്കുമ്പോൾ അതൊരു 10 മിനിറ്റ് കേട്ടാൽ 10 പുസ്തകം വായിക്കുന്നത് പോലെയാണെന്ന് പറയും. അങ്ങനെ ഒരാളായിട്ടാണ് CP ജോണിനെ ഇത്രയും കാലം കണ്ടത്. ഇനി CPM-കാർ വിമർശിക്കുന്നത് നിങ്ങളുടെ കൂടെ കൂടിയിട്ടാണ് എന്നാണ്. നോക്കൂ മാധു, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം സംസാരിച്ച എത്ര സമയമാണെന്ന് അറിയില്ല. അതിൽ 1 മിനിറ്റാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങ് പറഞ്ഞ പോലെ പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയുള്ള ഒരാളാണ് CP ജോൺ. CP ജോൺ പറയുന്നത് കേട്ടിരിക്കും, അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹം ഫിസിക്സിനെ കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എന്നോട് നീയൊക്കെ പിന്നെ എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് നടക്കുന്നത്, എനിക്ക് ഇതൊക്കെ പഠിക്കണ്ടേ പുതിയ തലമുറ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വലിയ അറിവാണ് കിട്ടാറുള്ളത് ഓരോ സംസാരത്തിലും. അത്തരത്തിലുള്ള ഒരാൾ ഒരിക്കലും അത് ഇന്റൻഷനലി അദ്ദേഹത്തിന് ആ ചോയ്സ് ഓഫ് വേർഡ്സിൽ തെറ്റു പറ്റി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് മാധ്യമപ്രവർത്തകരോട് അത് തിരുത്താനും, ഞാൻ ആ ചോയ്സ് ഓഫ് വേർഡ്സ് തെറ്റായിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞ ആശയം നിലനിൽക്കുന്നു. ഇനി ഇത് അത്യാവശ്യം ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഖേദപ്രകടനം നടത്താനും ഒരു മടിയുമില്ലാത്ത ആളാണെന്ന് അദ്ദേഹത്തോടുള്ള വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ പറ്റും. ഒരു ഖേദപ്രകടനം വേണമെങ്കിൽ ആർക്കെങ്കിലും ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, ആ പദ്ധതിയുടെ അന്തസത്ത എന്താണ് എന്ന് കേരളത്തോട് പലതവണ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല, ഒരു ചോയ്സ് ഓഫ് വേർഡ് എന്നുള്ളതല്ല, അത് 3, 4, 5 സെന്റൻസുകളിലായി പറയുകയാണ്. മാത്രമല്ല, സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്നതിനൊക്കെ പറഞ്ഞു. നോക്കൂ, കേരളത്തിലെ പോലൊരു സമൂഹത്തിൽ അവനവന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എന്തും സഹിക്കും മാതാപിതാക്കൾ. സ്ത്രീകൾ പ്രത്യേകിച്ചും എന്തും സഹിക്കും, എന്തും ചെയ്യും, എത്രത്തോളം കഠിനാധ്വാനം ചെയ്യും. എന്നിട്ട് അവര് പ്രൈവറ്റ് സ്കൂളിൽ പോയി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനൊക്കെ അപഹസിക്കുക, എന്നിട്ട് ഞങ്ങളുടെ ഓശാരം വന്നിരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാകുന്ന ചില വാക്കുകൾ ഉപയോഗിക്കുക.
ചോയ്സ് ഓഫ് വേർഡ്സിന്റെ പ്രശ്നമാണ് സർ. പക്ഷെ അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അത് ഒരാളിൽ നിന്നും ഉണ്ടാകരുതായിരുന്നു. അത് സംസ്ഥാനത്തെ മന്ത്രിയിൽ നിന്നോ ജനപ്രതിനിധിയിൽ നിന്നോ ഒട്ടും ഉണ്ടാകരുത്. അത് CP ജോണിൽ നിന്നും ഉണ്ടാകരുതായിരുന്നു. നോക്കൂ മാധു നോക്കൂ, ഇതൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതും ദുർവ്യാഖ്യാനം ചെയ്യുന്നതുമാണ്. ഞാൻ പറഞ്ഞല്ലോ, 1 മിനിറ്റ് കേട്ടുകൊണ്ട് ഒരു പ്രസംഗത്തിന്റെ മുഴുവൻ സ്പിരിറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാധു ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പോ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 മിനിറ്റായി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് വന്നിരിക്കുന്ന പോലെ ഞാൻ വാട്ടർ ബോട്ടിൽ പറഞ്ഞില്ല. ഞാൻ പറയേണ്ടി വന്നാൽ പറയും. അത് CPM-ന്റെ നിലപാട് പറയുമ്പോൾ ഞാൻ പറയും. ഞാൻ വാട്ടർ ബോട്ടിൽ പറയുന്നില്ല. ഞാൻ കൃത്യമായിട്ട് ആ സംസാരത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് 1 മിനിറ്റ് കേട്ടതിൽ സംശയമുണ്ടായി, നിങ്ങൾക്ക് ആശങ്കയുണ്ടായി. ആ പറഞ്ഞ ആൾ പുറത്തു വന്ന് പറയുന്നു, ഞാൻ അതല്ല പറഞ്ഞത്, ഞാൻ ഇത്തരത്തിലാണ്, എന്റെ ചോയ്സ് ഓഫ് വേർഡ്സ് തെറ്റിപ്പോയി, ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയും ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മുഖവിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് തർക്കങ്ങൾ ഉണ്ടാക്കാം, വിവാദങ്ങൾ ഉണ്ടാക്കാം, ചർച്ചകളായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു അതിനുകൂടി കടന്ന് ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും അതുകൊണ്ട് വിഷമമുണ്ടെങ്കിൽ അതിന് ഖേദം പ്രകടിപ്പിക്കാൻ പോലും മനസ്സുള്ള ആളാണ് ഞാൻ. ഞാൻ MM മണിയുടെ കാര്യം എനിക്ക് ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ എനിക്ക് ആദ്യം തുടങ്ങാം. ഞാനത് ചെയ്യില്ല. കാരണം അത്തരത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ പോലും അവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ അതിനകത്ത് വന്നാൽ അൺകണ്ടീഷണൽ ആയിട്ട് അതിനെ സമീപിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. എന്റെ പ്രസ്ഥാനം അത് തന്നെയാണ്. ഞങ്ങൾ അതാ പറഞ്ഞത്, ഞങ്ങൾ റൈറ്റ് ബേസ്ഡ് പാരഡിം ഈ രാജ്യത്ത് കൊണ്ടുവന്നവരാണ്. ഞാൻ എല്ലാ പരിപാടികളും പറയുന്നതാണ്, നമ്മൾ ഒരു ക്ഷേമരാഷ്ട്രത്തിൽ കൊടുക്കുന്നത് ഔദാര്യമല്ല, അവരുടെ അവകാശമാണ് എന്നുള്ളത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഭരണഘടനാ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ആളാണ്. അതിനെയൊക്കെ ഇനി അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയി വിവാദമാക്കി അതൊരു വലിയ ചർച്ചയാക്കണമെന്നുണ്ടെങ്കിൽ ആവാം, കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം അതിനകത്ത് താല്പര്യമില്ല. ശരി, അല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകാത്ത വിഷയം തന്നെയായിരിക്കും നിങ്ങളുടെ ഒരു മന്ത്രി ഈ തരത്തിൽ സ്ത്രീവിരുദ്ധത, ഈ തരത്തിൽ ആളുകളുടെ ക്ലാസിനെ കുറിച്ചൊക്കെ പരാമർശിക്കുക എന്ന് പറയുന്നത് ചർച്ചയാകണമെന്ന് കോൺഗ്രസിന് ഒരു താല്പര്യം ഉണ്ടാകില്ല. ശരി, അല്ല സാർ, ഇതിന്റെ പ്രശ്നം ഒരു സംശയവും ആശയക്കുഴപ്പമില്ല പറഞ്ഞു. അതിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതല്ല എന്ന് ന്യായീകരിക്കുന്നു. അത് പറഞ്ഞ് വഷളായി പോയതിനെ തിരുത്തുകയാണ്. അപ്പോഴും കേട്ടവരുടെ ഇനി മാപ്പ് പറയണം, ഖേദപ്രകടനം നടത്തണമെന്നാണെങ്കിൽ മണിക്കൂറുകൾ പലത് കഴിഞ്ഞു പോയിരിക്കുന്നു. സമൂഹ മാധ്യമത്തിൽ ഒരു വരി കുറിച്ച് ചെയ്യാൻ ഇത്ര സമയം വേണം. ഇത് മാധു ഇപ്പൊ കാണിക്കുന്ന ഒരു സെക്കൻഡ് മാധു ഇപ്പൊ കാണിക്കുന്നത് മര്യാദകേടാണ്. ഞാൻ ഒളിച്ചോടി പോയില്ല, ഞങ്ങളുടെ പാർട്ടി ഒളിച്ചോടി പോയില്ല, ഞങ്ങളുടെ മുന്നണി ഒളിച്ചോടി പോയില്ല. ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വന്നു. ഞാൻ പറഞ്ഞു അതിനകത്ത് ചോയ്സ് ഓഫ് വേർഡ്സ് തെറ്റുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനത് അംഗീകരിച്ചു. ഞാൻ പറഞ്ഞു അദ്ദേഹം ഖേദപ്രകടനം നടത്താൻ പോലും തയ്യാറുള്ള ഒരു മനുഷ്യനാണ്. പിന്നെയും ഞാനത് കണ്ട് ഇത് ചെയ്യുന്നു, മര്യാദകേട് പറയുന്നു എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഞാൻ അങ്ങ് മര്യാദകേട് പറയുന്നു എന്ന് പറഞ്ഞില്ല, ഞാൻ മര്യാദകേട് കാണിക്കുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത്. ഞാനതിൽ തർക്കവുമില്ല, എനിക്കതിൽ തർക്കവുമില്ല. കേരളത്തിലെ സ്ത്രീകളുടെ, കേരളത്തിലെ ഈ പറയുന്ന പെൺകരുത്തിനെ മുഴുവനും ഒരു തരത്തിലുള്ള അധിക്ഷേപ പരാമർശം നടത്തിയ ഒരു മന്ത്രി, അദ്ദേഹത്തിന്റെ മുന്നണി അങ്ങ് മാർക്കിടാനിരിക്കുകയാണെങ്കിൽ എനിക്ക് എതിർപ്പമൊന്നുമില്ല. Debate with Madhu Saji.